നമസ്കാരം. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ന്യൂമിസ്മാറ്റിക് എക്സിബിഷനായ കൊച്ചിൻ എക്സ്പോയ്ക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രം ഒക്ടോബർ 18, 19, 20 തീയതികളിൽ ടൗൺ ഹാളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. എറണാകുളം ടൗൺ ഹാളിൽ വെച്ചിട്ടാണ് ഈ എക്സിബിഷൻ നടക്കുന്നത്. ഫ്രീ എൻട്രിയാണ്, എല്ലാവർക്കും പങ്കെടുക്കാം. താഴത്തെ ഫ്ലോറ് കംപ്ലീറ്റ് ആയിട്ട് ഡീലേഴ്സും മുകളിലത്തെ ഫ്ലോറ് കംപ്ലീറ്റ് ആയിട്ട് എക്സിബിറ്റേഴ്സുമായിരിക്കും. ഒരുപാട് ഡീലേഴ്സിനെ മീറ്റ് ചെയ്യാനും ഒരുപാട് പ്രൊഡക്റ്റുകൾ വാങ്ങാനുമുള്ളൊരു അവസരമാണ്. കൂടുതലായിട്ടും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക തിരുവിതാംകൂർ നാണയങ്ങളുണ്ടാവും. ബാങ്ക് നോട്ടുകളിൽ ഒരുപാട് ഡെറ്റനേഷൻസ് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇത് മൊണാക്കോയുടെ ഒരു നോട്ടാണ്. ഇത് ഇന്നലെ ഞാൻ ബുക്ക് ചെയ്തൊരു നോട്ടാണ്. ഫോറിൻ ഓപ്ഷനിൽ വന്നൊരു നോട്ട് ഞാൻ ഇന്നലെ ബുക്ക് ചെയ്തതാണ്. അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്. മൊണാക്കോയ്ക്ക് വളരെ കുറച്ച് കാലം മാത്രമേ അവർക്ക് സ്വന്തമായിട്ട് കറൻസി ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം അവർക്ക് കറൻസി ഉണ്ടായിരുന്നില്ല. പിന്നീട് കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് ക്യൂൻ എലിസബത്ത് ബാങ്ക് നോട്ടുകളാണ്. ഇന്ന് മാർക്കറ്റിൽ വളരെയധികം വില കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ക്യൂൻ എലിസബത്ത് ബാങ്ക് നോട്ടുകൾ. ഇതും ഞാൻ ഇന്നലെ ഒരു ഓപ്ഷനിൽ ബുക്ക് ചെയ്തിരിക്കുന്ന നോട്ടാണ്. അത്യാവശ്യം വിലയുള്ളതാണ്. പിന്നെ ഇതുപോലുള്ള ഡെറ്റനേഷൻസ്, ഇത് ഫ്രഞ്ച് സൊമാലിലാൻഡ് നോട്ടാണ്. ഇത് അത്യാവശ്യം വലിയ സൈസ് നോട്ടാണ്. നമ്മുടെ ഒരു നോട്ടുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പഴയ 1000-ൻ്റെയൊക്കെ നോട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ 1000-ന് വലിയ നോട്ടുണ്ടല്ലോ, അതൊരു പക്ഷേ എക്സിബിഷനൊക്കെ നിങ്ങൾ കണ്ടു ഓർക്കുന്നെങ്കിൽ അത്തരത്തിലുള്ള ഒരു വലിയ സൈസാണ്. പിന്നെ കൊച്ചിൻ ബേസ്ഡ് ആയിട്ടുള്ള കോയിൻസ്, ഇത് ദേവി പുത്തനാണ്. രണ്ട് പുത്തനാണ്. 2 പുത്തൻസ്, ദേവി പുത്തൻ എന്ന് പറയുന്ന 2 പുത്തൻസാണിത്. ഇതൊക്കെ ഇപ്പം വളരെ ഡിമാൻഡാണ്, വളരെ റെയറാണ്, കിട്ടാൻ വളരെ പ്രയാസമാണ്. ഇത്തരത്തിലുള്ള നാണയങ്ങൾ നിങ്ങൾക്ക് ഒരുപക്ഷെ അവിടെ നോക്കാൻ സാധിക്കും. കിട്ടാനുള്ള സാധ്യത കുറവാണെങ്കിൽ ചില ഡീലേഴ്സിൻ്റെയൊക്കെ അടുത്ത് പഴയ സ്റ്റോക്കുകളുണ്ടാവും. അപ്പോൾ അവർ തീർച്ചയായിട്ടും അതൊക്കെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. എനിക്ക് അവിടെ സ്റ്റാളുണ്ട്. ഞാൻ മെയിനായിട്ട് ഫോറിൻ കോയിൻസ് ആയിരിക്കും ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ കിലോ ലോട്ടുകൾ, ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ ചോദിച്ചു തൂക്കി എവിടെയാണ് വാങ്ങിക്കാൻ കിട്ടുന്നതെന്ന്. അപ്പോൾ കിലോ ലോട്ടുകൾ അവിടെ ഉണ്ടാവും. ഒരു 4 കിലോ നാണയമെങ്കിലും നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഒരു കിലോ 3000 രൂപ വരുന്നതാണ്. കാരണം നല്ല കണ്ടീഷൻ വരുന്ന കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള നാണയങ്ങളായിരിക്കും വരുന്നത്. ഈ ഗൾഫ് നാണയങ്ങൾ മിക്സ് ചെയ്ത് വരുന്നതിനാണ് ലോട്ട് വളരെ ചീപ്പായിട്ട് കിട്ടുന്നത്. പക്ഷേ അങ്ങനത്തെ ലോട്ടല്ല നമ്മൾ കൊണ്ടുവരുന്നത്. ഫോറിൻ മിക്സ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള മിക്സ് നാണയങ്ങളായിരിക്കും കൊണ്ടുവരുന്നത്. 1 കിലോ ഏകദേശം 200 മുതൽ 220, 230 നാണയങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. ഒരു മിനിമം 200 നാണയങ്ങളുണ്ടാവും. 200 നാണയങ്ങൾ 3000 രൂപയ്ക്ക് അതൊരു വലിയ പ്രയാസമില്ലാത്തൊരു വിലയാണ്. കാരണം കളക്ടേഴ്സിന് വേണ്ട ഒരുപാട് നാണയങ്ങൾ അതിനുള്ളിലുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള നാണയങ്ങൾ നിങ്ങൾക്ക് ലൂസായിട്ട് വേണമെങ്കിൽ അവിടെ പല ഡീലേഴ്സിൻ്റെ അടുത്ത് സ്റ്റാളുകളിൽ നിന്നൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈ കിലോ ലോട്ട് കൊണ്ടുവരുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ഒരുപാട് ഡിഫറൻ്റ് ആയിട്ടുള്ള നാണയങ്ങൾ കളക്ട് ചെയ്യുന്ന ആളുകൾക്ക് 1 കിലോയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു 50-60 വെറൈറ്റി നാണയങ്ങൾ കിട്ടാൻ സാധിക്കും. പക്ഷേ ഈ 60 നാണയങ്ങൾ ഓരോ ഡീലർ അടുത്തുനിന്ന് സിംഗിൾ പീസായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു നാണയത്തിന് ആവറേജ് ഒരു 50 രൂപ ക്രമത്തിലെങ്കിലും കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഈ കിലോ ലോട്ടുകൾ അങ്ങനെയുള്ള ആളുകൾക്ക് പ്രയോജനം ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാനും വാങ്ങാനും അല്ലെങ്കിൽ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് കൊച്ചി എക്സിബിഷൻ ഒരുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഡേറ്റുകൾ ബ്ലോക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരെയും അവിടെ വെച്ച് കാണാവുന്ന പ്രതീക്ഷകൾ. കീപ് വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.